70കളുടെ ക്ഷുഭിതമായ രണ്ടാം പകുതിയിലാണ് KR മോഹനൻ എന്ന ചലച്ചിത്രകാരന്റെ ഉദയം. 4 പതിറ്റാണ്ടുകാലത്തെ ചലച്ചിത്ര ജീവിതത്തിൽ അശ്വത്ഥാമാവ്, പുരുഷാർത്ഥം, സ്വരൂപം എന്നിങ്ങനെ 3 ചിത്രങ്ങൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂവെങ്കിലും മൂന്ന് തരത്തിൽ മലയാള സിനിമയുടെ 3 കാലഘട്ടത്തെ തന്നെ ചലിപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ക്ലാസിക് മാനമുള്ള ഈ 3 ചിത്രങ്ങൾ മതി മലയാളത്തിൽ സമാന്തര സിനിമയുടെ ശക്തിയും KR മോഹനൻ എന്ന ചലച്ചിത്രകാരന്റെ പ്രതിഭയും രേഖപ്പെടുത്താൻ. 60കളിൽ ചാവക്കാട്ട് നിന്ന് സകലരും ഗൾഫിലേക്ക് പറക്കുന്ന കാലത്ത് KS രാമൻ മാസ്റ്ററുടെയും KV പാറുക്കുട്ടിയമ്മയുടെയും മകൻ മോഹനൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വണ്ടി കയറിയത്. ജോൺ അബ്രഹാമിനും KG ജോർജിനും പിന്നാലെ KR മോഹനൻ അവിടെയും ഒരു 3ാം പേരുകാരനായി. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതാപങ്ങളെ മലയാള സിനിമാ ചരിത്രത്തിൽ എഴുതി ചേർത്ത KR മോഹനൻ സിനിമകൾ കാലത്തിനു മുമ്പേ പിറന്ന ചിത്രങ്ങളായാണ് വിലയിരുത്തൽ. 1992 പുറത്തിറങ്ങി മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ KR മോഹനന്റെ സ്വരൂപത്തിന്റെ പകർപ്പാണ് ശ്രീനിവാസന്റെ ചിന്താവിഷ്ടയായ ശ്യാമളയെന്ന് ആരോപണമുണ്ടായിരുന്നെങ്കിലും KR മോഹനൻ തന്നെ അത് വിവാദമാക്കുന്നത് തടയുകയായിരുന്നു. പണക്കൊഴുപ്പും അധികാരവും ആഡംബരവും നിറഞ്ഞു നിൽക്കുന്ന മലയാള സിനിമയിലെ വേറൊരു ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. KR മോഹനൻ ചെയർമാനായ കാലം കേരള ചലച്ചിത്ര അക്കാദമിയുടെ സുവർണകാലമാണ്. മലയാള ടെലിവിഷനിൽ കാഴ്ചയുടെ വേറൊരു രാഷ്ട്രീയവും വേറിട്ടൊരു സൗന്ദര്യവുമായ കൈരളി ടിവിയുടെ ആദ്യത്തെ പ്രോഗ്രാം മേധാവിയും ഡയറക്ടർ ബോർഡ് അംഗമായും KR മോഹനൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സംസ്കാരം മാറ്റിപ്പണിത ചരിത്രത്തിലും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ആ പേര് സൗഹൃദങ്ങളുടെ ഒരു മഹോത്സവമായും മലയാളി ഇന്നോർക്കുന്നു. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.